ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? വരൂ. നമുക്കിത് വെള്ളം വയ്ക്കാനുള്ള ചെമ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊന്നും കൂടെ വെറുതെ കഴുകാൻ വേണ്ടി കൊണ്ടുവന്നതാ കേട്ടോ. പിന്നെതാ അവിടെ ഇറങ്ങുമ്പോൾ നോക്കണേ, അവിടെ കഴുകിയതാണേ. തെറുക്കി വിട്ടുക്ക് ചുക്കുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറകും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. എടുത്തു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് കൊള്ളി തികയോ എന്നൊരു സംശയം വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവിടെ ഒരു പീസ് ഉത്തരത്തിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പട്ടികയൊക്കെ മാറ്റി അടിച്ച ആ ഒരു ടൈമിൽ ഒരു ഉത്തരത്തിൻ്റെ ഒരു പീസിന് കേട് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കേട് വന്ന പീസ് അവിടെ നിന്ന് വെട്ടിയിട്ട് വേറെ വെച്ചു കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ ഒരു പീസ് ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഒന്ന് വെട്ടിപ്പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്താ നല്ല എന്താ പറയുക, വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കഷ്ണമാണ് കേട്ടോ. അത് നമ്മൾ വീടിൻ്റെ ഉത്തരത്തിനൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക, ഏതെങ്കിലും കഷ്ണമൊന്നും എടുത്തിട്ട് ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര ഉറപ്പാണ് കേട്ടോ. ആ ഒരു ഇത് ഞാൻ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇത് മുഴുവനും ഇങ്ങനെ ചെറുതാക്കി മഴ ഉപയോഗിച്ചിട്ടാണ് വെട്ടിയെടുക്കണത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടിട്ട് ഒരു വിറക് കഷ്ണം വെട്ടാനാണോ ഇത്രയും പണി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പണിയുണ്ട് മക്കളെ, പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നിതിന് ഉറപ്പുണ്ട്, നല്ല രീതിയിൽ ഉറപ്പുണ്ട്, കൊത്തിയിട്ടൊന്നും ഏൽക്കുന്നില്ല കേട്ടോ. അത്രയ്ക്ക് രീതിയിൽ നല്ല ഉറപ്പ് ഇതിനുണ്ട്. പിന്നെ നമ്മളെ കോടാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടാലിയുടെ പിടി എൻ്റെ കയ്യിലും ഇരിക്കും, കോടാലി ചിലപ്പോൾ ഏതിലെങ്കിലുമൊക്കെ പോയി എന്നൊക്കെ വരും ഞാൻ വീശി കൊത്തിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മയത്തിൽ കൊത്തുന്നത്. പക്ഷേ മയത്തിൽ കൊത്തിയിട്ടൊന്നും കാര്യമില്ല എന്ന് തോന്നുന്നു. ഇത് വീശി വീശി കൊത്തേണ്ടി വരും തോന്നുന്നുണ്ട്. ഏതായാലും കുറേ മെനക്കെട്ട് ഞാൻ ആ ഒരൊറ്റ പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നീളം അധികം ഇല്ലെങ്കിലും ഇതിൻ്റെ കട്ടി, ഉത്തരത്തിൻ്റെ കട്ടി എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കും. ആ ഒരു കട്ടി ഞാൻ പൊളിച്ചെടുത്തു. എനിക്കാണെങ്കിൽ മതിയായി തുടങ്ങി കേട്ടോ. ആ ഒരു പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോഴേക്കും അത് മതിയായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അപ്പൂസിൻ്റെ വിക്രസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ അത് കോളായോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇല്ല, പ്രശ്നമൊന്നുമില്ല. ആൾ ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഓടാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ കുറേ മല്ല് കെട്ടി അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ ഉള്ളിൽ കൊള്ളണ്ടേ. അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഞാനതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഞാനിത് വെട്ടിപ്പൊളിച്ചെടുത്ത പീസിൽ ഒരൊറ്റ പീസ് കൊണ്ടാണ് നമ്മൾ ആ വെള്ളം മുഴുവൻ തിളച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. സംഭവം ഇത്രയേ ഉള്ളൂ എങ്കിലും ആൾ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്ന് ഒറ്റ പീസ് വെച്ചിട്ടാണ് വെള്ളം മുഴുവൻ തിളച്ചത്. ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു പീസിൽ ബാക്കിയുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കാതലുള്ളൊരു പീസ് ആയതുകൊണ്ടായിരിക്കും അത് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് റെഡി ആക്കിയിട്ട് ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ. ആ ബക്കറ്റിൽ കൊണ്ടുപോയി അങ്ങനെ ഇട്ടിട്ടുണ്ട്.
ഇനി നമ്മൾ ആ വെള്ളം വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ സമയത്താണ് എനിക്ക് വേറൊരു പണി വന്നത്. സംഭവം വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ അപ്പൂസിന് മുരിങ്ങക്കറി വേണം. മുരിങ്ങയുടെ അവസ്ഥ പറയാതിരിക്കുകയാണ് ഭേദം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിൽ ഇലയൊന്നും കാണാനില്ല. ഉള്ള ഇലയാണെന്നുണ്ടെങ്കിൽ മൂത്ത് നരച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടായിരുന്നത് എന്താ, കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതങ്ങോട്ട് പറിച്ചു. ചീരയൊക്കെ അപ്പൂസ് തന്നെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മുടെ കോടാലി ഉണ്ടല്ലോ, മഴു തന്നെയാണോ, ഇവിടെയൊക്കെ കോടാലി മഴു രണ്ടും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക? പിന്നെ അതെ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കണത് ഇവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, മനു കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ മനുവിനോട് ഇതൊന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ സമയത്ത് അവനത് എന്താന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ മഴു ഇത് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. ഇനി അവരങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ കാണലിൻ്റെ പൂതി നമ്മൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഇത്രയും നേരം അപ്പൂസ് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മനുവും കൂടെ വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ കോടാലിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കളി കാര്യമാവും കേട്ടോ. ഇത്രയും നേരം നോക്കിയിരുന്ന ആൾക്കാർ ചിലപ്പോൾ അത് എടുത്തിട്ട് അവർക്ക് പ്രയോഗിക്കാനൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമ്മൾ അടിച്ചു വാരാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടിച്ചു വാരേണ്ട കഥയൊന്നും ഇപ്പോൾ പറയും വേണ്ട കേട്ടോ. 2 നേരം അടിച്ചു വാരിയാലും അടിച്ചു വാരാത്ത സ്ഥലമാണ് വീടാണെന്നേ പറയുള്ളൂ. അത്രയും ചമ്മലയാണ് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇത് താഴത്തും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചീര ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ വിത്ത് ഇങ്ങനെ മുളച്ച് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. ഉണ്ടാവുകയാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ, നമുക്ക് ചീരക്കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സൈഡിലുള്ളതും കൂടിയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മനുവാ അങ്ങനെ പുറത്തുള്ള പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വോയിസ് കൊടുക്കണതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നോക്കിയത് കേട്ടോ. തുടയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണാനില്ല, ഇവിടെ പോയി എന്തോ. അപ്പോൾ അങ്ങനെ നമ്മളെ തീയൊക്കെ ഒന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു കൊള്ളിയും കൂടെ വെച്ച് കൊടുത്തു ആദ്യം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടെ വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് 2 വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇത് കത്തുന്നത് കണ്ടപ്പോൾ ഇത് 2 വേണ്ട എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഞാനതൊന്ന് മാറ്റിയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്പ് ഇങ്ങനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നേരെ വെക്കണം എന്നുള്ളത് എൻ്റെ അച്ഛന് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പറയുമ്പോൾ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് നമ്മൾ വെക്കുകയാണെങ്കിലും അത് നേരെയാക്കി വെക്കണം എന്നാണ് പറയുക. അത് എത്ര കുറേ ഉണ്ടെങ്കിലും കുറച്ചുണ്ടെങ്കിലും അത് നേരെയാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ നേരെയാണോ എന്നുള്ളത് ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ. നമുക്കതൊക്കെ പണ്ടേ ശീലമായതല്ലേ, പിന്നെ അതിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ചു. വെള്ളം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെരിവുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ലല്ലോ. ഇതിലിപ്പോൾ വെള്ളം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെരിവുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. ആ ഒരു കൊള്ളിയിലാണ് ആ വെള്ളം മുഴുവൻ തിളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമുക്ക് ചീരയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ചീര ഞാൻ കഴുകിയിട്ടല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒട്ടി ഇങ്ങനെ പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് നന്നാക്കി നല്ല ഇലയൊക്കെ നോക്കിയെടുത്തതിന് ശേഷം അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പം ചീരക്കറിയും പിന്നെ അതുപോലെ മീനൊക്കെ ആയിരുന്നു നമുക്ക് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. മീൻ നമുക്ക് വറുക്കാനുണ്ട് കേട്ടോ, മത്തി മീൻ വറുക്കാനുണ്ട്.
അപ്പോൾ അത് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.